കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് മിഷൻ സൺഡേ. സത്യദൈവമായ യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ആ മഹാവലിയ ദൗത്യത്തിൽ പങ്കാളികളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ എങ്ങനെയുള്ളവരായിരിക്കണം, നമ്മുടെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കണം, അതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഉപദേശങ്ങൾ, ശുശ്രൂഷകൾ, പഠിപ്പിക്കലുകൾ, ഇവിടെയെല്ലാം നമ്മുടെ മനോഭാവം ത്യാഗപൂർണമായ സ്നേഹമായിരിക്കണം, സഹാനുഭൂതിയായിരിക്കണം, ആർദ്രതയായിരിക്കണം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അതാണ്. മിഷൻ, കമ്പാഷൻ ഇൻ ആക്ഷൻ. ദൗത്യം, പ്രവർത്തനങ്ങളിൽ മനസ്സലിവോടെ. ഇന്ന് പ്രധാനമായും 4 വചനഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. പഴയ നിയമത്തിൽ നിന്നും ദ ബുക്ക് ഓഫ് ഐഷയ ചാപ്റ്റർ 58, 82-ാം സങ്കീർത്തനം. പുതിയ നിയമത്തിൽ നിന്നും സുവിശേഷ ഭാഗമായ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 9, ലേഖനങ്ങളിൽ നിന്നും 1 ജോൺ ചാപ്റ്റർ 3. നമുക്ക് ആദ്യം സുവിശേഷ ഭാഗം നോക്കാം. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ സിനഗോഗുകളിൽ ഉപദേശിച്ച് സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം യേശുക്രിസ്തു പ്രസംഗിച്ചു. തൻ്റെ രാജ്യത്തിൽ തന്നോടൊപ്പം നാം ആയിരിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനായി നാം പാപത്തിൽ നിന്നും സ്വതന്ത്രരാകണം. ദൈവരാജ്യം യേശുക്രിസ്തു പ്രസംഗിക്കയിൽ തൻ്റെ അടുക്കൽ വന്ന സകല ദീനക്കാരെയും വ്യാധിക്കാരെയും ഭൂതഗ്രസ്തരെയും എല്ലാം യേശുക്രിസ്തു സൗഖ്യമാക്കിയതായി നാം ഇവിടെ വായിച്ചു. വേഴ്സ് 36. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. നമ്മുടെ ചുറ്റും കാണുന്ന ഈ ജനസമൂഹം, അവർ സത്യദൈവത്തെ അറിയാത്തവരായി ആരെങ്കിലും അവരിലുണ്ടെങ്കിൽ അവർക്ക് ഈ സത്യദൈവമായി യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ കടമ. അതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ യേശുക്രിസ്തുവിനെ നാം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മനോഭാവം യേശുക്രിസ്തുവിൻ്റെ മനോഭാവമായിരിക്കണം, മനസ്സലിവായിരിക്കണം. Jesus went through all the towns and villages, teaching in their synagogues, preaching the good news of the kingdom, and healing every disease and sickness. When he saw the crowds, he had compassion on them, because they were harassed and helpless like sheep without a shepherd. Then he said to his disciples, the harvest is plentiful, but the workers are few. Ask the Lord of the harvest, therefore, to send out workers to his field. ഇനി നമുക്ക് 82-ാം സങ്കീർത്തനം നോക്കാം. Psalm 82.
ഈ സങ്കീർത്തനം രചിച്ചത് ആസാഫാണ്. ഇവിടെ ആസാഫ് പറയുന്നു, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്ന്. എന്താണ് ഈ ദേവസഭ? അത് ദേവന്മാരുടെ സഭയാണ്. ആരാണ് ഈ ദേവന്മാർ? ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിച്ചവർ, അധികാരം ലഭിച്ചവർ. എന്തിനാണ് അവർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചത്? ദൈവം എങ്ങനെയാണോ തൻ്റെ ജനത്തെ പരിപാലിക്കുന്നത്, സത്യത്തിലും നീതിയിലും അവർക്ക് ന്യായപാലനം ചെയ്യുന്നത്, അതുപോലെ ഈ ഭൂമിയിൽ തൻ്റെ ജനത്തെ പരിരക്ഷിക്കുവാനാണത്. ഹ്യൂമൻ ജഡ്ജസ്, കിങ്സ്, റൂളേഴ്സ്, പ്രീസ്, അങ്ങനെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെല്ലാം ഈ ഗണത്തിൽപ്പെടും, എല്ലാ ലീഡേഴ്സും. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നാം ഇന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ നേതാക്കന്മാർ ദൈവത്തിൻ്റെ ജനത്തോട് ഇടപെടുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ചാണോ അവർ തൻ്റെ ജനത്തെ പരിരക്ഷ ചെയ്യുന്നത്? അവരൊന്ന് ഓർക്കണം, അവർ വെറും മനുഷ്യരാണ്. They are mortal human beings. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ മാത്രമാണ് ദേവന്മാർ എന്നുള്ളത്, അഥവാ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ജഡ്ജ്, പ്രീസ്റ്റ്, പാസ്റ്റർ, റൂളേഴ്സ്. ഇതെല്ലാം വെറും ടൈറ്റിൽ മാത്രമാണ്. ദൈവം എന്താണോ അവരെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണോ തൻ്റെ ജനത്തിനു വേണ്ടി അവർ ചെയ്യുന്നത്? യഥാർത്ഥ ദേവനായ ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതാണ് അവർ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വായിക്കാം 82-ാം സങ്കീർത്തനം, Psalm 82. This psalm is a call for justice. Defend the weak. Acknowledge God's supreme sovereignty over all authorities. ഈ നേതാക്കന്മാർ മനസ്സിലാക്കണം, അവർക്ക് കിട്ടിയിരിക്കുന്ന അധികാരം അത് പരമാധികാരിയായ ദൈവവുമായി തുലനം ചെയ്യുമ്പോൾ തുലവും നിസാരമാണ്, മൈക്രോ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണോ എന്നവർ ചിന്തിക്കുന്നത്? തങ്ങളെ കവിഞ്ഞ് ആരുമില്ല, തങ്ങളാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്, തങ്ങളുടെ കാൽക്കീഴിലാണ് ഈ ലോകവും ഈ മനുഷ്യരും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ മനസ്സിലാക്കണം, ദൈവമാണ് പരമാധികാരി. ആ അധികാരത്തിന് കീഴിൽ അവർ അമർന്നിരിക്കണം, താണിരിക്കണം, തന്നെത്താൻ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് വായിക്കാം, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. God presides in the great assembly. He gives judgment among the gods. ദൈവം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും? How long will you defend the unjust and show partiality to the wicked? അവരോട് ദൈവം പറയുന്നു, എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. Defend the cause of the weak and the fatherless. Maintain the rights of the poor and oppressed.
Rescue the weak and needy. Deliver them from the hand of the wicked. തുടർന്ന് ദൈവം അവരെപ്പറ്റി പറയുകയാണ്, അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും അവർ നിമിത്തം ഇളകിയിരിക്കുന്നു. അവരുടെ കറപ്ഷൻ നിമിത്തം ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പോലും ഇളകിയിരിക്കുന്നു. They know nothing, they understand nothing, they walk about in darkness, all the foundation of the earth are shaken. തുടർന്ന് ദൈവം പറയുകയാണ്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ഇതാണ് ദൈവത്തിന് അവരോട് പറയുവാനുള്ളത്. I said you are gods, you are all sons of the Most High, but you will die like mere men, you will fall like every other ruler. തുടർന്ന് ആസാഫ് പറയുകയാണ്, ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. Rise up, O God, judge the earth, for all the nations are your inheritance. ഈ ലോകവും അതിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെതാണ്. അത് ദൈവത്തിൻ്റെ അവകാശമാണ്. അധികാരം കിട്ടുന്നവർ അത് മനസ്സിലാക്കണം. തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുവാനാണ്. ദൈവം എന്താണോ തങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത് അത് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുവാനാണ്. അല്ലായെങ്കിൽ അവർ ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മിഷൻ സൺഡേ ആയി നാം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് പറയുന്നു. ചാപ്റ്റർ 58 വേഴ്സസ് 6-10. പല ആളുകളും പലപ്പോഴും ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ആത്മതപനം ചെയ്തിട്ടും എന്താണ് ദൈവം ഇതൊന്നും ശ്രദ്ധിക്കാത്തത് എന്ന്, ഞങ്ങളെ എന്താണ് അനുഗ്രഹിക്കാത്തത് എന്ന്. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതും എന്ത്? ദൈവം അവരോട് പറയുകയാണ്, അന്യായബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പുറത്തു വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. Is not this kind of fasting I have chosen, to loose the chains of injustice and untie the cords of the yoke, to set the oppressed free and break every yoke? Is it not to share your food with the hungry and to provide the poor wanderer with shelter, when you see the naked to clothe him, and not to turn away from your own flesh and blood? Then your light will break forth like the dawn, and your healing will quickly appear. Then your righteousness will go before you, and the glory of the Lord will be your rear guard. Then you will call, and the Lord will answer. You will cry for help, and he will say,
Here am I. മനസ്സലിവിൻ്റെ ആ പാരമ്യം നിത്യജീവൻ നമുക്ക് നൽകുന്ന മഹാസ്നേഹമായി യേശു ക്രിസ്തു പ്രദർശിപ്പിച്ചതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാകുന്നുവെന്ന് വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു തൻ്റെ ലേഖനത്തിലൂടെ. 1 John chapter 3 verses 16-18. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം കണ്ടവൻ ഒരിക്കലും മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കാതിരിക്കില്ല. This is how we know what love is. Jesus Christ laid down his life for us, and we ought to lay down our lives for our brothers. If anyone has material possessions and sees his brother in need but has no pity on him, how can the love of God be in him? Dear children, let us not love with words or tongue, but with actions and in truth. പ്രിയ സഹോദരങ്ങളെ, മനസ്സലിവോടെ മറ്റുള്ളവരോട് നാം ഇടപെടുമ്പോൾ അവർ നമ്മിൽ കൂടെ നമ്മുടെ കർത്താവിനെയാണ് കാണുന്നത്. ആ നിത്യസ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവകരുണ സൗഖ്യമായി, സമാധാനമായി, സമൃദ്ധിയായി, ജീവനായി അവരിലേക്ക് ഒഴുകും. Arise, O God, and shine in all thy saving might. Arise, O God, and shine in all thy saving might, and prosper each design to spread thy glorious light. Let healing streams of mercy flow that all the earth thy truth may know. Bring distant nations near to sing thy glorious praise. Let every people hear and learn thy holy ways. Reign mighty God, assert thy cross and guard by thy righteous laws. Put forth thy glorious power that everyone may see, and earth present her store in converts born to thee. God our own God, his church will bless and fill the world with righteousness. To God the only wise, the one immortal King, let hallelujahs rise from every living thing. Let all